ആൾക്കാരായിരിക്കും നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കുന്നത്. ഇതെന്ത് ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോകുന്നവര്? Yeah, we should smell it. Yeah. Say no smell for me. Okay. പല ടൈപ്പുള്ള മഷ്റൂംസ് ഉണ്ട് കണ്ടില്ലേ, ഇതൊക്കെ അടിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. ഇട്ട് ജീവനുണ്ട് ഇപ്പോഴും, മസാല ഇട്ട് നമുക്ക് തരും. ഓ മൈ ഗാഡ്, നൈസ്. നമ്മുടെ ഇവിടുത്തെ ഓട്ടാണക്കല്ല, ഇവിടുത്തെ ഓട്ടകൾ ഇല്ലേ, കണ്ടില്ലേ? ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ിലെ തെരുവിലൂടെ ഞാനും നിതീഷും കൂടെ നടക്കുവാണ് ഗൈസ്. ഇതൊരു ഫുട്പാത്താണ്. സോ വഴിയൊക്കെ ഉച്ചയായതുകൊണ്ടേ ഇവിടെ ഉച്ചക്കൊക്കെ എന്തെങ്കിലും നടക്കുന്ന കിറുക്കന്മാരാന്ന് തോന്നുന്നത്. ചൂടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ചൂടില്ല, എനിക്കൊന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. റെയിൻകോട്ട് കാര്യങ്ങൾ നമ്മൾ മേടിച്ചിട്ടില്ല. മിക്കവാറും നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മഴ പെയ്യുവാണെങ്കിൽ നമ്മൾ റെയിൻകോട്ട് മേടിക്കേണ്ടി വരും. കാര്യം നമുക്ക് മഴയല്ല പ്രധാനം, യാത്രയാണ്. സോ അല്ലേ റെയിൻകോട്ട് തൂങ്ങിക്കിടക്കും. ഇത് കണ്ടില്ലേ, പിന്നെ പെയിന്റ് അടി നടക്കുന്നുണ്ട് അവിടെ. രണ്ടുപേര് ഫ്ലാറ്റ് തൂങ്ങി കിടക്കുന്നു, നല്ലൊരു ഫ്ലാറ്റ്. ഓക്കെ, നമ്മൾ നടക്കുവാണ്. ഇവിടുത്തെ പ്രാവ് കണ്ടോ ഗൈസ്, അതൊരു പ്രത്യേക നമ്മുടെ നാട്ടിലെ കരിയിലെ കിളിയും പ്രാവും കൂടെ സങ്കരജനമായ ഒരു സംഭവമാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയാൻ വയ്യ. അത് അടുത്ത് വരുമ്പോൾ അങ്ങോട്ട് പോകും. എന്നാൽ സാധാ പ്രാവും ഉണ്ട് കേട്ടോ. മറ്റേ കാട്ടുപ്രാവാണ് ഈ ഒരു കരിയിലക്കിളിയുടെ കളർ വരുന്നത്. കാട്ടുപ്രാവും പിന്നെ നമ്മുടെ നാടൻ പ്രാവും ഉണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. വെറൈറ്റി സ്ട്രീറ്റൊക്കെ സൂപ്പറാണ് ഗൈസ്. സച്ച് ക്ലീൻ സിറ്റി. എനിക്കറിഞ്ഞൂടാ, നമ്മൾ വന്ന സ്ഥലം കൊള്ളാം അല്ലേ. ഇനി അങ്ങോട്ട് പലയിടത്തും ചിലപ്പോൾ അങ്ങോട്ട് ഉള്ളിലോട്ടൊക്കെ പോകുമ്പോൾ കാണും. ഉള്ളിലോട്ട് പോകുമ്പോൾ പറഞ്ഞത് ഒരു തമിഴ്നാട് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കാണണമെന്നുണ്ട്, കൃഷി കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഏതൊരു മാളിലാണ് വരയ്ക്കുന്നത്. എന്താണ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു മാളാന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അലങ്കരിച്ചൊക്കെ വെച്ചേക്കുന്നു, കണ്ടില്ലേ ഗൈസ്. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, എന്താന്ന് പറഞ്ഞൂടാ, പോയി നോക്കിയിട്ട് വരാം. എന്താണ് ഈനാമ്പച്ചി, മറ്റേ നാക്കിക്കൂടെ പാമ്പല്ലടാ, മറ്റേ നാക്കിക്കൂടെ. ഓ ചെളി കലക്കി നാക്കിക്കൂടെ, മറ്റേ എന്താ ഉടുമ്പ് പോലത്തുള്ള സാധനം കണ്ട ഗൈസ്. അതായത് നീന്തി പോന്ന് നമ്മളെ കണ്ടപ്പോഴാന്ന് തോന്നുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ച് മുതലയാന്ന്, ബട്ട് മുതലേ അല്ല, അത് മറ്റേ എന്തൊരു സംഭവമായിരുന്നു. മറ്റേ നാക്കിക്കൂടെ ഇങ്ങനെ ശ്വാസം ഇട്ട് എടുക്കുന്ന എന്തോ, എൻ്റെ പേരെന്തൊരു സംഭവം, എന്തിനോ പേരിറങ്ങി കമൻറ്റ് ചെയ്യുക ഗൈസ്. നടന്ന് വഴി തെറ്റിച്ച് ഗൈസ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചാ പോകണം. ഇത്രയും തിരിച്ച് നടക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മെട്രോ കയറിയാണ്. മെട്രോയുടെ പ്രത്യേകത അടിയിൽ കൂടെ പൈപ്പ് ലൈൻ മെട്രോയാണ്. സോ അതിൻ്റെ വഴി കാര്യങ്ങളൊക്കെ ഇവൻ നോക്കുവാണ്. സോ ഇവനാണ് എൻ്റെ ഗൈഡ്. ഇവൻ തെറ്റിച്ചത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇവനെ ട്രസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ടാണ്. കള്ളക്കറുപടി നമ്മളെ പറ്റിച്ച് ഗൈസ്. ഇത്രയും നടന്ന് അത്രയും നമ്മൾ തിരിച്ച് നടക്കണം. നമുക്ക് പോകേണ്ടത് ഫോർച്യൂൺ മാളിലില്ലടാ, ഫോർച്യൂൺ മാളിലാണ് പോകേണ്ടത്. ഓ ഈ മാപ്പിൽ നമ്മൾ എവിടെയാണെന്നുള്ളതാണ് ഞങ്ങൾ നോക്കാൻ പോകുന്നത്. കവാങ്. ഓ ഞാൻ അവരുടെ സാങ്ങിൽ തന്നെ വായിക്കുന്നില്ലേ. നിതീഷ് കണ്ടുപിടിച്ച് ഗൈസ്. നമ്മൾ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളതാണ് അടുത്ത് നോക്കാൻ പോകുന്നത് ഗൈസ്. ഇവിടുത്തെ സ്റ്റേഷനെല്ലാം നമ്പറാണ്. നമ്മളിപ്പം BL 20 നിൽക്കുന്നത്. ഇവിടുന്ന് BL 80 18 നിൽക്കുന്നത്. അവിടെ നമുക്ക് BL 20 പോകേണ്ടത്. റാം അല്ലേ, റാം. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നമുക്ക് മറ്റേ ഫോർച്യൂൺ മാർക്കറ്റ് ഉള്ളത്. 10 ബാത്ത്, അതായത് 20 വെച്ചില്ലേടാ. ഓക്കെ, ഇതാണ് ടിക്കറ്റ്. സോ അപ്പം മറ്റേ പേപ്പറും വേസ്റ്റ് ആകത്തില്ല, തിരിച്ചു കൊടുത്താൽ മതി. പോയി. ഓക്കെ, നമ്മളകത്ത് കയറി ഗൈസ്. നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിലും ഗേറ്റ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ട്രെയിൻ വന്നതിന് ശേഷം മാത്രമേ ഡോർ തുറക്കത്തുള്ളൂ. അപ്പം മാത്രമേ ട്രെയിനിൻ്റെ ഡോർ തുറക്കത്തുള്ളൂ. ആൾക്കാർ തന്നെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ട്രെയിൻ വരാൻ ടൈം ആയെന്ന് തോന്നില്ലടാ. 2 minutes 1 minute. ദിസ് ഈസ് ഔർ ടിക്കറ്റ്. 1 minute 1 minute അല്ലേ. ഇത് നോക്കുക, ഇത് ഇവിടെയായിരിക്കും ഓപ്പണിങ്. ട്രെയിനിൻ്റെ ഗേറ്റും നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ഗേറ്റും ഒരുമിച്ച് തുറന്നിരിക്കുകയാണ്. 2 പേര് ഇറങ്ങി, നമ്മൾ 5 പേര് കയറാൻ പോകുന്നു. നമ്മുടെ പ്ലാറ്റ്ഫോം അല്ല, നമ്മുടെ ഇത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങി. ട്രെയിൻ യാത്ര സൂപ്പറായിരുന്നു. നമുക്ക് ആയിരിക്കുന്ന ചിലവ് ഇല്ലടാ 40 അല്ല 20 40 രൂപയാണ് ഇവിടുത്തെ. 40 തായ്ബാത്ത്. സോ നാട്ടിൽ ഏകദേശം 100 രൂപ വരും 2 പേർക്ക് കൂടെ. 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ശരിക്കും ഒന്ന് 2 4 6 സ്റ്റോപ്പായാലും ആ റേറ്റൊക്കെ ആയിരിക്കും വരുന്നത് അല്ലേടാ. മെട്രോയ്ക്കൊക്കെ ഒരു മിനിമം ചാർജ് ഉണ്ടല്ലോ, അതിന് ശേഷം പിന്നെ കൂടത്തുള്ളൂ. ഗൈസ് നമ്മൾ മാളിൽ എത്തിയിരിക്കുന്നു. സോ നമ്മുടെ നാട്ടിൽ കാണുന്നിടത്തുള്ള മാളല്ല, കണ്ടില്ലേ.
കൂടുതലും ലൈവ് ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ അതും പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരുന്നു. പിന്നെ പോരാത്തതിന് എല്ലാം ഒരുമിച്ച് ഒരേ എടുത്തുണ്ട്, മറ്റേ ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ അങ്ങനെ അല്ല. എനിക്ക് അതൊന്നും ഇവിടെ എത്താത്ത രീതിയിൽ കാണുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. സോ ലൈവ് ഫുഡ് കാര്യങ്ങളുണ്ട്. സോ അതുപോലെ തന്നെ താണ്ടേ സ്റ്റേഷനറി ഐറ്റംസ് ഇവിടെ ഉണ്ട്. പിന്നെ താണ്ടേ പ്രത്യേക ഷോപ്പായിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ഓപ്പൺ ആയിട്ടാണ്. അതാണ് വേറൊരു പ്രത്യേകത. സോ ഇവിടെ നമുക്ക് ക്ലോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് ഇത് ഇലക്ട്രോണിക്സിൻ്റെ ഫ്ലോറാണ്. നമ്മൾ ഇവിടെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ താഴെ വന്നായിരുന്നു ചെരുപ്പിൻ്റെയും ഷൂസിൻ്റെ ഒക്കെ എടുത്ത് നോക്കി. അവിടെയൊക്കെ നമ്മുടെ വില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിലെ വിലയൊക്കെ ആയിട്ടാണ് വരും. നമ്മൾ ക്രോക്സിൻ്റെയൊക്കെ വില നോക്കിയപ്പോൾ ഏകദേശം 2600-300 ബാത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 6000-6000 മേളിലൊക്കെ റേറ്റ് വരുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ റുപ്പീസ്. സോ നമുക്കിപ്പം ഇവിടുന്ന് ഒരു ഫോൺ, കാര്യം ഇലക്ട്രോണിക്സ് സാധനങ്ങൾക്ക് വിലക്കുറവാണെന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ ഇവിടെ ഏകദേശം 10, 100, 1000, 15, 46,000 ബാത്ത്, ഏകദേശം 1 ലക്ഷത്തിൻ്റെയൊക്കെ ലാപ്പാണ് ഇരിക്കുന്നത്. ലെനോവയാണ്. ഓക്കെ, ഗെയിമിംഗ് സാധനങ്ങളൊക്കെ എന്താ തോന്നുന്നു 32,000, 33,000 ആ റേഞ്ചുള്ള ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഫോൺ നോക്കണം. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാം. നമ്മൾ മേടിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വിലക്കുറവാണെങ്കിൽ എന്തായാലും ഫോൺ മേടിക്കില്ല. എനിക്കൊരു ഫോൺ വേണം. ഓക്കെ, നോക്കിയിട്ട് നമ്മൾ മൊത്തത്തിൽ നോക്കിയിട്ട് നിങ്ങളൊന്ന് കാണിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഓൺലൈൻ നോക്കിയപ്പോൾ ഇത് കണ്ടല്ലോ 64 GB സാൻഡ് ഡിസ്കിൻ്റെ ഒരുവിധം ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി കാർഡാണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം 730 സംതിങ് രൂപ വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ 310 ബാത്താണ്. അപ്പം നമ്മുടെ നാട്ടിലെ പൈസ വെച്ച് നോക്കുമ്പോഴത്തേക്ക് 700 സംതിങ്ങേ വരുന്നുള്ളൂ. സോ ഏകദേശം ഒരു 10-30 രൂപയുടെ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം നമ്മുടെ എല്ലാ സാധനങ്ങൾക്കും ആ ഒരു റേറ്റ് വരുന്നു. അപ്പോൾ വലിയൊരു സാധനങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഭയങ്കര റേറ്റുള്ള സാധനങ്ങളൊക്കെ മേടിക്കുകയാണ് നമുക്ക് ഏകദേശം 10,000, 2,000 രൂപയുടെയൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഫോണിൻ്റെ കാര്യത്തിൽ അങ്ങനെ വ്യത്യാസമുണ്ട് എങ്കിൽ നമ്മളൊരു ഫോൺ മേടിക്കുന്നതായിരിക്കും. ഓക്കെ, ഒരു മെമ്മറി കാർഡിൻ്റെ കാര്യത്തിൽ ഒരു 1000 രൂപയുടെ മെമ്മറി കാർഡിൻ്റെ കാര്യത്തിൽ തന്നെ ഏകദേശം 10-30 രൂപയുടെ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പം ഫോൺ നോക്കാം. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട്. ഗൈസ്, അടുത്തായി നമ്മൾ വന്നിരിക്കുന്നത് ഫോണിൻ്റെ റേറ്റുകൾ നോക്കാനാണ്. സോ ഇവിടെ നമുക്ക് ന്യൂ ലോഞ്ച്ഡ് ഗാലക്സി ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഇവിടുത്തെ ഏതാ ബ്രാൻഡിൽ ഓപ്പോ ആണ്. അതിൽ ഓപ്പോ, വിവോ, 30, ഐഫോൺ ഉണ്ട്. സോ നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് എല്ലാത്തിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, DJ ആക്ഷൻസ് ക്യാമറാസ്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഉള്ളു ഗൈസ്. നമ്മുടെ നമ്മൾ മുറി ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ. താണ്ട് ഇതിലുണ്ട് ക്യാമറയിൽ ഡ്രോൺ കാര്യങ്ങളൊക്കെ ഇരുന്ന് കറങ്ങുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെയൊക്കെ റേറ്റ് താണ്ട ആണോ. ക്യാമറ, ഫുൾ ക്യാമറ ആക്സസറീസ് ആണ് ഇവിടെ ഫുള്ള്. ഓക്കെ, വ്ലോഗിങ്ങിന് വേണ്ടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് മേടിക്കും. ഇപ്പോൾ ഒരു ക്യാമറ മേടിച്ചിട്ട് ക്ഷീണം പോലും ഇതിനായിട്ട് മാറിയിട്ടില്ല. ഓക്കെ ഗൈസ്, നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെയായിട്ടും നമ്മളൊരു ക്യാമറ മേടിച്ചിട്ടുണ്ട്. ആ ക്യാമറയിലാണ് ഇപ്പോൾ ഉള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാമറയുടെ റേറ്റ് കാര്യങ്ങളോട് നോക്കാൻ വേണ്ടി വന്നത്. പക്ഷേ ആ ക്യാമറ ഇവിടെ ഇല്ല. ഇപ്പോൾ ഫ്ലിപ്പിൽ എന്തോ ഓഫർ വന്നപ്പോൾ മേടിച്ചതാണ്. ബ്രാൻഡ് DJയുടെ ക്യാമറയാണ്. ക്യാമറ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ മോഡൽ ഇവിടെ ഇല്ല. ഇത് ഫുൾ ക്യാമറ മാത്രമാണെന്ന് തോന്നുന്നില്ലേ. ഓ മൈ ഗാഡ്. റേറ്റ് നോക്കട്ടെ. 59. DJ ഗൈസ്, നമ്മളിപ്പം ഗെയിമിംഗ് സെക്ഷൻ്റെ അവിടെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നോസ്റ്റാൾജി ഗെയിമിംഗ് സാധനമായ ബിബ്ലേഡ് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. സോ കണ്ടില്ലേ, താണ്ട് നമ്മൾ പണ്ട് നമ്മൾ കളിച്ചിട്ടുണ്ട് ഈ സാധനങ്ങൾ. ഗൈസ്, നമ്മുടെ സൂപ്പർ ഹീറോസ് എല്ലാം ഒറ്റ ഷെൽഫിൽ ഇരിപ്പുണ്ട് ഗൈസ്. കണ്ടില്ലേ, ബാറ്റ്മാൻ്റെ കാർ. വാ, ബാറ്റ്മാൻ, സൂപ്പർ ബാറ്റ്മാൻ. ശേഷം അക്വാമാൻ ഉണ്ട്. ഇവിടെ മൊത്തം ഇങ്ങനത്തെ ഉള്ളതാണ്ട് നമ്മുടെ കളിപ്പാട്ടങ്ങളാണ്. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ കളിക്കാം. നമ്മൾ പ്ലേ സ്റ്റേഷനിൽ നിൽക്കുവാണ്. സോ നിതീഷ് ഒരു പിരമിഡ് 2 ടവർ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഐ പാലസ്, നികുഞ്ചം ഐ പാലസ് തിരുവനന്തപുരത്തെ നിതീഷ് അത് ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരു ചെറുക്കെന്താ ഒരു കൂട്ടം വാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ എന്താ കണ്ടില്ലേ, വാവ്. ഇവനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വലുതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി എല്ലാവരും ഓരോരുത്തർ ഉണ്ടാക്കുന്നുണ്ട്. ആരോ ഒരാൾ ഒരു മനോഹരമായ വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ട ബിഗ് വോൾ. നിതീഷ് കമോൺ. നിതീഷ് ഒരു കോമ്പറ്റീഷനായിട്ട് ഇത് എടുത്തിരിക്കുവാണ്.
ഗൈസ് നിതീഷിൻ്റെ കൺസ്ട്രക്ഷൻ ഇതാണ്ട് ഇവിടെ ഓൾമോസ്റ്റ് ഇത്ര ആയിട്ടുണ്ട്. അപ്പം അതിന് ഒരു സാധനം കൂടെ നമുക്ക് കിട്ടാനുണ്ട്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ നിതീഷിൻ്റെ കൺസ്ട്രക്ഷൻ തീരത്തുള്ളൂ. നമ്മൾ അതിന് വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ്. ഇതാണോടാ മാച്ചാണോ? ഓ ഗൈസ് മാച്ച് ആവുന്നില്ല. അതാണ് കണ്ടില്ലോ, ഇതും പറ്റുന്നില്ല ഗൈസ്. ആ മെറ്റീരിയൽ കിട്ടണം നമുക്ക്, എന്നാൽ മാത്രമേ ഇത് 2 ടവറും കൂടെ ഒന്നാവത്തുള്ളൂ. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മുടെ ചെറുക്കനത് വെച്ച് പോകുന്നുണ്ട്. ഫൈനലി നിതീഷിൻ്റെ ബിൽഡിംഗ് പണിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരു ടവറൊക്കെ ഉണ്ട് കണ്ടോ. ഇവിടെ നമുക്ക് പിന്നെ ഒരു ബാൽക്കണി, ഒരു കപ്പിൾസൊക്കെ ഇന്ന് ഫോട്ടോഷൂട്ട് നടത്താം ഇവിടെ ഡ്രോണിൽ. ഓക്കെ, പിന്നെ ഒരു ഗ്ലാസ് ഫ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഇത് വരുന്ന രീതിയിലുണ്ട്, പച്ച വെള്ളം ഇത് അങ്ങനത്തെ രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. ഓക്കെ, നിതീഷ് അങ്ങനെ ഫൈനൽ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ചെറുക്കൻ അത് കെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. വലിയ സാധനമാണ് കിട്ടുന്നത്. കൺസ്ട്രക്ഷനാണ് ഇവിടെ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 60 കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേ. അതിനകത്ത് ഭയങ്കര ഇതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെർഫെക്ഷനിൻ്റെ ഉണ്ട് കണ്ടില്ലേ. കക്കയാണ്, കണവ, പിന്നെ എന്തൊരു പേസ്റ്റ്, അതുപോലെ തന്നെ കൊഞ്ച്. ഇതെല്ലാം കൂടെ വേവിക്കുന്നതിൻ്റെ മണമുണ്ട്. എന്തൊക്കെയോ സൂപ്പ്, ഫുൾ ഫുഡിൻ്റെ ഏരിയസാണ്. ഇതെല്ലാം ഇടിക്കുക ഇവിടെ വന്നിരുന്ന് കഴിക്കാല്ലേടാ. ഫ്രഷ് ജ്യൂസ് ഉണ്ട്, മോമോസ്, ഇതിലൊക്കെ ഉണ്ട്. ഞാൻ കക്ക കണ്ടിട്ട് കയറിയതാണ് കേട്ടോ ഗൈസ്. നമ്മുടെ അവിടെ നിന്ന് വരുന്നതുള്ള കക്കയാണ്. ബീഫാന്ന് തോന്നിയത്. ചിക്കനുണ്ട്. നമ്മളിവിടെ ഹൈപ്പർ മാർക്കറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഈ സാധനം ഞാൻ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും സ്മെല്ലുള്ള ചക്ക. ഭയങ്കര വിയേർഡ് സ്മെല്ലാണെന്നാണ് ഇതിൻ്റെ പറയുന്നത്. ഞാൻ 2-3 യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ഗൈസ് ഇതിൻ്റെ. അപ്പോൾ അത് തൊലിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു മണം ഇതിനകത്തുണ്ട് കേട്ടോ. ഇത് തുറന്ന് വെച്ചിരിക്കുവാണ്. നോർമലി ദൂരെ നോക്കുമ്പോൾ ഒരു ചക്കയുടെ മണമേ ഉള്ളൂ. പക്ഷേ അതിന് ഭയങ്കര മണമെന്നാണ് കഴിച്ച ആൾക്കാരൊക്കെ പറഞ്ഞത്. ഭയങ്കര റേറ്റുമാണ് പക്ഷേ ഇതിനില്ലേടാ. എന്താ നോക്കി 500 കിലോഗ്രാമാണ്, 590 ബാത്ത് ഫോർ കിലോഗ്രാമിനാന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം 1500-2000 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. പിന്നെ തണ്ണിമത്തനൊക്കെ ഇങ്ങനെ പകുതിയായിട്ട് ഇവിടെ കിട്ടും. നമ്മുടെ നാട്ടിൽ കണക്കല്ല, കാര്യം അതിൻ്റെ ഫ്രഷ്നെസ് കാണാൻ വേണ്ടി ആയിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്, ഉള്ളി, പല കാര്യങ്ങളുണ്ടല്ലോ മോനെ. പച്ച ആപ്പിൾ ഏകദേശം ഒരു 149 രൂപ, 150 രൂപ എന്ന് പറയാം. ഇപ്പോൾ വന്നിരിക്കുന്നത് അമേരിക്കൻ പ്രോഡക്റ്റാണ് അല്ലേ. പിന്നെ അത് ബ്രിട്ടീഷ്, ന്യൂസിലാൻഡ് പ്രൊഡക്റ്റ്. പല ടൈപ്പുള്ള മഷ്റൂംസ് ഉണ്ട് കണ്ടില്ലേ. ഇതൊക്കെ അടിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. അതായത് കറിക്കകത്തൊക്കെ ഇട്ട് കഴിക്കാം. സോ ഇതൊക്കെ സെറ്റ് സാധനങ്ങൾ പല ടൈപ്പുള്ളതുണ്ട്. എല്ലാം മഷ്റൂംസാണ്. നമ്മുടെ നാട്ടിൽ വളരെ റെയറായിട്ട് ഇത് കാണാൻ പറ്റത്തുള്ളൂ. മാരേജ് ഫ്രീയിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കാണത്തോലുമില്ലായിരിക്കും. ബട്ട് ഇവിടെ എല്ലാ ടൈപ്പും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ മൊത്തം ഫുഡിൻ്റെ ഇതാണ്. ചിക്കനൊക്കെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ചിക്കൻ വേറെ എന്തിനൊക്കെയോ ഉണ്ട്, എന്തൊക്കെയാണോ എന്തോ. പക്ഷേ നമ്മൾക്കിവിടെ നിൽക്കുമ്പോഴേ ഒരു പ്രത്യേക മണമാണ് ഈ ചിക്കൻ്റെയും മീറ്റിൻ്റെയും ഒക്കെ ആയിട്ട്. ബട്ട് അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആവണില്ല. ഓരോ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. വിത്ത് സോസ്, മോമോസ് പോലത്തെ നമ്മുടെ ഞണ്ടിൻ്റെ തോട്, ഞണ്ടിൻ്റെ ഇറച്ചി, ഞണ്ടിൻ്റെ തോടുമാണ്. അത് നമ്മുടെ കുറേണ്ടെന്ന് തോന്നുന്നു. ആ ഞണ്ടിൻ്റെ തോടിൻ്റെ അകത്ത് മസാല തേച്ചിട്ട് അത് വറുത്തതാണിത്. ഓക്കെ, ക്രാബ്. ഓക്കെ, അപ്പം എനിക്കൊന്ന് അതിൻ്റെ ഇറച്ചി തന്നെ എടുത്ത് പേസ്റ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുവാണ്. അത് വറുത്തതാണിത്. സോ അത് കഴിക്കുന്നതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെയാണിത്. ഓക്കെ, എഗ്ഗ് കാര്യങ്ങൾ. സോ പിന്നീട് നമുക്ക് കബാബ്, അല്ല എന്തൊരു മീറ്റിൻ്റെ കബാബുണ്ട്, കബാബ്. സോ അതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരികയാണ് എങ്കിൽ നമുക്ക് മോമോസ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സംഭവങ്ങളുണ്ട് ഇങ്ങോട്ട്. ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മുടെ
മധുരക്കിഴങ്ങ് പോലത്തുള്ള കിഴങ്ങ് പുഴുങ്ങിയ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഇത് മധുരക്കിഴങ്ങാണ്, സ്വീറ്റ് പൊട്ടറ്റോ. സോ അത് ഗ്രില്ല് ചെയ്യുവാണ്. സാധാരണ രീതിയിൽ പുഴുങ്ങിയതല്ല, നോർമൽ രീതിയിലല്ല, ഗ്രില്ല് ചെയ്തിരിക്കുവാണ്. സോ ആ ഒരു സംഭവമുണ്ട്. അതിനുശേഷം ഓ മൈ ഗോഡ്, ഇവിടെ കാണേണ്ട വെറൈറ്റി എന്തൊക്കെയോ പന്നിയും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ചിക്കനുണ്ട്, ചിക്കൻ്റെ കരളുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നതൊക്കെ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടില്ല എല്ലാം എന്തൊക്കെയാണെന്നുള്ളത്. എഴുതി വെച്ചാൽ ഒരു താങ്ങിലൊക്കെ ആയിരിക്കും എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാവത്തില്ല. ഓക്കെ, സോസേജസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോസേജസ് ഉണ്ട്. എൻ്റെ നിതീഷിനെ കാണുന്നില്ല ഗൈസ്. നമ്മൾ എവിടെ വെച്ച് മറന്നിട്ടുണ്ട് നിതീഷിനെ. ഞാൻ എവിടെ വെച്ച് നിതീഷിനെ മറന്നു. ഏതൊക്കെ ഫുഡ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ നിതീഷിനെ മറന്ന്. നിതീഷ് മിസ്സായി. ഞാൻ വിളിച്ച് നോക്കണം ഗൈസ്. ഇവിടെ മാളിൻ്റെ വെളിയിൽ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും കാണുന്ന കാഴ്ചയാണ്. നാച്ചുറലല്ല എങ്കിലും നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട് ഇവിടെ നിൽക്കുമ്പം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വന്നാണ് കല്ലേലാടാ, ഭയങ്കര ജനത്തിരക്കായിട്ടുണ്ട്. റോഡും കാര്യങ്ങളൊക്കെ ദൂരത്തും ബൈക്കോട്ട് ചേർന്ന് നോക്കി ഗൈസ്. ദിസ് ഈസ് സോ ഗുഡ്. ഇപ്പോൾ പോകുന്നുണ്ട്, ജോലിയും കഴിഞ്ഞ് പോവാൻ അല്ലേ, പറഞ്ഞാൽ മേടിക്കാം നമുക്ക്. അങ്ങനെ ഭയങ്കര ജനനിബിഡമായിട്ടുണ്ട്. സ്ട്രീറ്റ് മൊത്തം തിരക്കായിട്ടുണ്ട്. സോ വൈകുന്നേരങ്ങളിലാണ് ഇവിടെ മൊത്തം ആൾക്കാരെല്ലാം വൈബാവണത്. ഓക്കെ, സ്കൂൾ ടൈം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സോ ഇവിടെ നമ്മുടെ കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം സ്കൂൾ ടൈമിൽ ബിയറോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല, അല്ല അതിന് ശേഷമേ കിട്ടത്തുള്ളൂ. സോ പിള്ളേരെ നശിച്ചു പോകാതിരിക്കാനാണ്. ഓക്കെ, നമ്മുടെ അവിടെ അങ്ങനെ അല്ലല്ലോ. കാറ് വരുന്നുണ്ട്. പലതരത്തിലുള്ള സ്ട്രീറ്റ് ഫുഡുകളാണ് ഇവിടെ. നമുക്ക് അറിയുന്നതും അറിഞ്ഞുകൂടാത്ത ദോശ പോലെ എന്തോ സാധനം ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ചീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓ ചെറിയ ഞണ്ട് കണ്ടില്ലേ, ചെറിയ ഞണ്ട്. ചിപ്പി ഇത് നമ്മുടെ അവിടുത്തെ ചിപ്പിയാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ചിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് മറ്റേ ചെരവക്കക്കയുടെ ചെറുത്, ഈ കക്ക. ആക്ച്വലി ഇത് കറുത്ത കളറാണ് ഈ കക്ക കാണുന്നത്. അത് ബ്രഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. റെഡ് ക്ലാം എന്ന് പറയും ഇതിന്. അതിൻ്റെ യെല്ലോ ക്ലാം ഉണ്ട്. ഇത് ചിപ്പിയാണ്. ഓക്കെ, സോ ഈ ഞണ്ടിനെ നമ്മൾ സാധാരണ കഴിക്കത്തില്ല, മറ്റേ പൂച്ച ഞണ്ടെന്നൊക്കെ പറയും. ചെറിയ കല്ലിലൊക്കെ ഇരിക്കുന്ന ഞണ്ടാണ്. ഇത് മുരിങ്ങയാണ്, മുരിങ്ങ ഓയിസ്റ്റർ ഉണ്ട്. സോ സീ ഫുഡാണ് ഇവിടെ. മുരിങ്ങ, ചിപ്പി കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഇതിനൊക്കെ എത്ര രൂപയാണെന്നൊക്കെ ചോദിച്ചാൽ കഴിച്ച് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഇവിടുന്ന് കഴിക്കാതിരിക്കുന്നില്ല, കാര്യം നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇതിവിടെ വരുന്നത്. സോ അത്രയും ടൈം എടുത്തിട്ടാണ് ഇവിടെ എത്തുന്നത്. എന്നിട്ട് അത് കുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അതിനേക്കാളും നല്ല നമുക്ക് ഫ്രഷ് സാധനം നമ്മുടെ കായലുള്ളതും അവിടെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ അത് എന്താ മുട്ട കൊടുത്തൊരു സാധനം കഴിച്ച് പുകയാണ്, കരിയാണ്, എന്തൊക്കെയോ നടക്കാണ്. തവളയൊക്കെ ഉണ്ടെങ്കിൽ നോക്കാടാ ഒന്ന് കേട്ടോ. ഒരു പിടി വാടാ ഇത് നോക്കാം ഗൈസ്. ഇത് മറ്റേ മീനാണ്, അതായത് നേരത്തെ പോയപ്പോഴും കണ്ടോ മറ്റേ നമ്മുടെ കൂരി തേട് പോലൊക്കെ ഇരിക്കുന്ന, ഷാർക്ക് പോലൊക്കെ ഇരിക്കുന്ന നമ്മുടെ മീശയുള്ള മീനില്ലേ, അതാണ്. അത് നല്ലോണം വെന്ത് ഗ്രില്ലടിച്ചുകൊണ്ടിരിക്കുവാണ്. മണമൊക്കെ ഉണ്ട്, നല്ല ഉണക്കമീൻ്റെ മണം. അയിലയാന്ന് തോന്നിയത്. ഇല്ലടാ അയിലല്ലേടാ, അയില. സോ ഫ്രഷ് സാധനങ്ങൾ, ജീവനുള്ള മീനടാ. കൊഞ്ചടാ ജീവനുള്ള സാധനോടോ. സോ ജീവനുള്ള കൊഞ്ചിനതോ അടുപ്പിലിട്ടിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നു, മസാല ഇട്ട്. ഇതൊന്ന് ചൂടാക്കത്തില്ലേ? സോ ജീവനുള്ള കൊഞ്ചിനൊക്കെ ആയി ചെയ്യുന്നുണ്ടല്ലേ. സോ അത് മസാല ഇട്ടിട്ട്, ജീവനുണ്ട് ഇപ്പോഴും, മസാല ഇട്ട് നമുക്ക് തരും. ഓ മൈ ഗാഡ്, നൈസ്. വിത്ത് സ്പെഷ്യൽ മസാല, ജീവനുള്ള കൊഞ്ച്. ഇല്ലേ, നൈസായിരിക്കും. കാര്യം ഈ കൊഞ്ചിൻ്റെ അകത്ത് വേറെ വേസ്റ്റ് ഒന്നും ഇല്ലല്ലോ, പൊടി സാധനമല്ലേ. ഇതേ കണക്ക് തന്നെ ഉണക്കിയിട്ട് പൊടിച്ച് മറ്റേ പുട്ടുപൊടി, കൊഞ്ചുപൊടിയൊക്കെ അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. സോ അതേ സെയിം കൊഞ്ചാണ് കണ്ട് ഇവിടെ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്നത്. മുട്ട കമ്പി കുത്തി ഗ്രില്ല് ചെയ്യുന്നത്. എഗ്ഗാണ്. എങ്ങനെ പൊട്ടാതെ കുത്തുന്നത്? എങ്ങനെയാണ് എനിക്ക് ചെറുതായിട്ട് പുഴുങ്ങിയിട്ട് കുത്തുമായിരിക്കും. സോ അതിനുശേഷം ചിക്കൻ്റെ കാല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇത് തവളയാണോ? അല്ല. ഓക്കെ, റോസ്റ്റഡ് അല്ലെങ്കിൽ എന്താണ്, ഗ്രില്ലടിക്കുവാണ് സാധനങ്ങൾ. ഗ്രില്ലിങ് എന്നാലേ ഇവിടെ എഗ്ഗിൻ്റെ പരിപാടിയാണ്. എഗ്ഗ് വിത്ത് ബനാന, പഴം അരിഞ്ഞിട്ട് മുട്ടയായിട്ടുള്ള പരിപാടിയാണ്, വറുത്തിട്ട്. ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. കാര്യം നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന രണ്ട് സാധനങ്ങളാണ്. ഒന്ന് പഴവും, രണ്ട് മുട്ടയും, പിന്നെ എണ്ണയ്ക്കകത്ത് വറക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്.
ഓക്കെ, വേറെ ഇവിടെ താണ്ട് വെറൈറ്റി വേറെ എന്തൊരു സംഭവം. ഏകദേശം 40-35 രൂപയുള്ളൂ, ഭാഗത്തേ ഉള്ളൂ. ചോക്ലേറ്റ്, ചീസ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മൾ അതും ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. കൊള്ളാം. അപ്പോൾ സ്ട്രീറ്റ് ആ ഏരിയ മൊത്തം സ്ട്രീറ്റ് ഫുഡിൻ്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി കുറവാണ്. പക്ഷെ നമ്മുടെ ആ വയറുള്ള ഏരിയ തോന്നുന്നു നമ്മുടെ ഇല്ലേടാ. വയറുകൾ കണ്ട അല്ലേ? നമ്മുടെ ഹോട്ടൽ കണ്ടുപിടിക്കാൻ ഇങ്ങനെ മേപ്പോട്ട് നോക്കിയാൽ ആ ഏരിയയിൽ ഫുള്ള് ഇങ്ങനെ വയറ് കാണും. ഇത് കണക്കത്തുള്ള ഈ വയറ് കണ്ടോ, ഇത് കണക്ക് വയറ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്. സോ അതായിരിക്കും നമ്മുടെ ഏരിയ. ഓക്കെ, ഇവിടെ കുറച്ച് സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഒരു അലഞ്ഞു തിരിഞ്ഞിലൊക്കെ കുറച്ച് നിർത്തിയിട്ട് കുറച്ച് നേരം കൂടെ പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ? നമ്മൾ കുറേ കുഴഞ്ഞ് അപ്പം റെസ്റ്റ് എടുക്കാൻ പോവാണ്. റെസ്റ്റ് എടുത്താൽ നമ്മൾ വീണ്ടും ഇറങ്ങും, നൈറ്റ് ഇറങ്ങും. ഇപ്പം നൈറ്റ് ആയിട്ടില്ല, ഏകദേശം 6-6:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്തൊരു 7-8 മണിയൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ ഇറങ്ങും. എന്നിട്ട് നൈറ്റ് ലൈഫ് കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് സപ്പറും കഴിച്ചിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ തീരുന്നത്. ഇത് Day 1 ആണ് ഇൻ തായ്ലാൻഡ്. നമ്മൾ ഇന്നലെ വന്ന അറൈവൽ ആയതുള്ള ഇന്നലെയല്ലേ നമ്മൾ വന്നത്? ഇന്ന് വെളുപ്പിനെ നമ്മൾ വന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് പ്യൂർലി തായ്ലാൻഡിൽ. സോ നമ്മൾ ഇന്ന് കുറച്ച് ഉറക്കമൊക്കെ ആയിരുന്നു, വൈകുന്നേരമാണ് ഫ്രീ ആയത്. ഓക്കെ, സ്റ്റേ വിത്ത് മീ. നമ്മൾ ബാക്കി കുറച്ച് വീഡിയോസ് കൂടി ഇട്ടിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. നൈറ്റ് കാണാം ഗൈസ്, നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോകണേ ഗൈസ്. ഈ ഒരു മാളിൻ്റെ ബാക്കിൽ ഒരു നൈറ്റ് ക്ലബ് ഷോപ്പ് അല്ലെങ്കിൽ മാർക്കറ്റ് ഉണ്ട്. സോ നമ്മൾ നൈറ്റ് മാർക്കറ്റിലോട്ടാണ് പോയിരിക്കുന്നത്. നിതീഷിൻ്റെ ചേട്ടനും കൂടെ അങ്ങ് പോയിട്ടുണ്ട്. സോ നമ്മൾ ഇതിൻ്റെ മനോഹരമായ വ്യൂസൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. തോക്കടാ, തോക്കൊക്കെ ഉണ്ട് കഴിച്ചു. ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാനല്ല, ജസ്റ്റ് ഇത് കാണാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കാണുന്നതിലൂടെ നിങ്ങളും കൂടെ കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് തോന്നുന്നത് എൻ്റെ ഫ്രണ്ട് അല്ലേ? ഇതാണോ ഫ്രണ്ട്? ഏത്? ഓക്കെ, അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു എൻട്രൻസ് മാത്രം. ഇനി ഉണ്ടല്ലോ, കുറേ ഉണ്ടല്ലേ? ഇങ്ങനെ നമ്മളിപ്പോൾ കണ്ടില്ലേ, വന്നത് കണക്ക് തന്നെ കുറേ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരെണ്ണമുണ്ട്. ഓക്കെ, ഇത് ഫുള്ള് മാർക്കറ്റാണ് ഗൈസ്. ഇതൊരു തോട്, ഈ തോടിൻ്റെ അപ്പുറം ഇപ്പുറം മാർക്കറ്റാണ്. നൈറ്റാണ് സൂപ്പർ, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പൊളിയാണ് ഗൈസ്. നോക്കൂ ഗൈസ്, ഇവിടെ മൊത്തം ഫുഡിൻ്റെ ഐറ്റംസ് ആണ്. അപ്പം നമ്മളിതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഓരോ ഫുഡിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ലൈവ് ഫിഷ് ഉണ്ട് ഗൈസ് ഇവിടെ. കണ്ടില്ലേ? നമ്മുടെ എന്താണ് കണവ. എന്നെ അവർ ഇട്ടിട്ട് പോയി ഗൈസ്. എനിക്ക് വഴിതെറ്റിപ്പോയ സീനാണ്. പിന്നെ നമ്മുടെ ഈ ഫോണും സിമ്മും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ, കഫറ്റീരിയ, ഇവിടെ ഫുഡ് മേടിച്ചിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഓക്കെ, ഇത് കണ്ടു തീരാൻ തന്നെ നമുക്ക് ഏകദേശം 2 മണിക്കൂർ എടുക്കും. സോ നിങ്ങളെല്ലാം ഒരു ഗ്ലിംസ് ഷോർട്സ് ആയിട്ട് എല്ലാം കാണിച്ചു തരാം. എല്ലാം എത്തിക്കാണാൻ പറ്റത്തില്ല, നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവങ്ങളാണ്. സോ ക്ലോത്ത് 300 രൂപയ്ക്കൊക്കെ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലേറ്റിൽ സാധനങ്ങൾ, ഒരു പ്ലേറ്റ് ഫുള്ള് നമ്മുടെ നാട്ടിലെ ചിപ്പി, കക്ക, ചങ്ക്. അവരെന്നെ ഇട്ടിട്ടങ്ങ് പോയി. നമ്മുടെ അവിടുത്തെ കക്കയൊക്കെ ഉണ്ട് ഗൈസ്. ഇതൊക്കെയായിരിക്കും ഇവിടുത്തെ ഹെവി ഫുഡുകൾ, അതായത് ലക്ഷറി ഐറ്റംസ്. ചിക്കനോ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല, ഇങ്ങനത്തുള്ള സീ ഫുഡ് കാര്യങ്ങളൊക്കെ വരുന്ന മിക്സ്ചർ കോമ്പോസ് ഉണ്ടല്ലോ, അതായിരിക്കും പൊളി. ഓക്കെ, നമ്മളൊരു കോർണറിൽ മീറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും കൂടെ. ഗൈസ്, നമ്മൾ ടൂറിസ്റ്റിനാണ് ഇത് വേണ്ടത്, അല്ലാതെ ഇവിടെ ഉള്ള റെസിഡൻസിന് ഇവിടുത്തെ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡോ അങ്ങനെ എന്തെങ്കിലും മതി, അവർക്കത് വരച്ചിട്ട് പോകാം. നമുക്ക് ഇതിൻ്റെ അകത്ത് ചിപ്പുണ്ട്, സോ ഇത് സ്കാൻ ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ രാവിലെ കാണിച്ച പോലെ തന്നെ. ഓക്കെ, പെട്രോൾ പോവുകയാണ്. നമ്മൾ നേരത്തെ അന്ന് വന്നിട്ട് രാവിലെ നമ്മൾ എടുക്കാൻ പറ്റില്ല, എന്നെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, നമ്മളിപ്പോൾ ഇവിടുത്തെ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് നമ്മളൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. വളരെ 3 പേർക്ക് ടുക്. ഇതിൻ്റെ പേരാണ് ടുക്. നമ്മുടെ നാട്ടിലെ ഓട്ടോ പോലെ തന്നെ എങ്കിലും പക്ഷെ നമ്മുടെ കാലൊന്നും വെക്കാൻ പറ്റത്തില്ല. കാലൊക്കെ നമ്മളിങ്ങനെ നീട്ടി വെക്കണം. കണ്ട, നൈസ്.
ഓക്കെ, നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അല്ലേ? സ്ഥല പേര് എന്തായിരുന്നു? ഇന്ദ്ര സ്ക്വയർ എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ടാണ്, സ്ക്വയർ അല്ലേ? ഇന്ദ്ര സ്ക്വയറിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഫുഡ് കഴിക്കാനാണേ. വണ്ടി ഉണ്ടോ പാട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുന്നില്ലേ? നമ്മൾ ഇതിനകത്തൊരു വണ്ടിയിലാണ്. നമ്മുടെ വണ്ടി ഫുള്ള് കാണാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു വണ്ടി കാണിച്ചു തരുന്നതേ ഉള്ളൂ. വേണ്ടേ, ഇവിടെ ഓട്ടോ നമ്മുടെ നാട്ടിലാണത്തുള്ള ഓട്ടോ ഇല്ല. ഇതാണ് മെയിൻ അല്ലേ? ഒരു വെറൈറ്റി സംഭവം കാണിച്ചു തരാം. നമ്മുടെ ഇവിടുത്തെ ഓട്ടോണക്കല്ല ഇവിടുത്തെ ഓട്ടോകൾ ഇല്ലേ, കണ്ടില്ലേ? ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല, ജസ്റ്റ് സൈൻ മാത്രം കാണിച്ചു തരാം. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് എടുക്കുക അല്ലേ, നിങ്ങളുടേതായിട്ടുള്ള അർത്ഥങ്ങൾ കൊടുത്ത്. ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കാം ഇനിയില്ലേ? ഇവിടെ നിന്ന് കഴിക്കണം. ഇവിടെ എന്താ കോസ്റ്റ്ലിയാണ് ഇവിടുത്തെ ഫുഡ്? കുഴപ്പമില്ല, ഇവിടുത്തെ ഫുഡ് കൊള്ളത്തില്ലെങ്കിൽ സെർവ് ചെയ്യുന്നൊരു സൂപ്പർ ആയിരിക്കും അല്ലേ? ഇന്ത്യൻ ഫുഡ് വേണം. നമ്മളിന്ന് KFC യും പിന്നെ എന്തെങ്കിലും KFC അല്ലേ കഴിച്ചത് ഉച്ചയ്ക്ക് നമ്മളിന്ന് KFC ആണ് കഴിച്ചത്. ഗൈസ്, നമ്മൾ ഇതാണ്ട് ക്രേസി ഹൗസിലോട്ട് നടക്കുവാണ്. ബാങ്കോക്ക് ക്രേസി ഹൗസ്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ബാങ്കോക്ക് ക്രേസി ഹൗസ് വരുന്നത്. നമ്മുടെ ടീം നമുക്ക് മുമ്പേ നടന്നു പോയിട്ടുണ്ട്. സോ 2 സൈഡുകളിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. നൈസ് ആൾക്കാരായിരിക്കും നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കുന്നത്. ഇതെന്ത് ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോകുന്നവര്? ടോക്കൺ നമ്പറൊക്കെ ഉണ്ടല്ലോ അവർക്കില്ലേ? പിന്നെ ഓ അപ്പം ഇവരെ ബുക്ക് ചെയ്യണോ നോക്കിയില്ലേ? അവരെ ബുക്ക് ചെയ്യണ ഓ പേരറിഞ്ഞൂടല്ലോ. സോ നമ്പർ വെച്ച് നമ്മൾ വിളിക്കണം. ഓക്കെ നൈസ്. അപ്പം നമ്മൾ രാവിലെ നിതീഷ് രാവിലെ മൊത്തം കിടന്ന് ഉറങ്ങുക. 8 മണിക്ക് ശേഷം നമ്മൾ ഇറങ്ങിയാൽ മതി ഇല്ലേ? നമ്മുടെ ടൈം ടേബിൾ ഇനി മാറ്റണം. 9 മണിക്ക് ശേഷം ഇറങ്ങുക. നൈറ്റ് ഫുൾ ഉറങ്ങാത്ത പരിപാടികൾ. ഓക്കെ, ഫുള്ള് കണ്ട് തീർക്കുക. കാര്യം രാവിലെ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്ന കണക്ക് മാള് ഷോപ്പിംഗ് ഇല്ലേ, അതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഫുഡ് ടൈം ടേബിൾ മാറ്റണം. രാവിലെ ഫുൾ ഉറക്കം, രാത്രി നമ്മൾ ഇതേ കണക്ക് എൻജോയ്മെൻറ്റ്. ഓക്കെ, നൈറ്റ് ഫുഡ്, നൈറ്റ് റൈഡ്, നൈറ്റ് സൈറ്റ് വിസിറ്റ് ചെയ്യുക. നമ്മൾ ഇനി 3 ബൈക്ക് ടാക്സി എടുത്തിട്ട് അഞ്ചമ്പർ റെസ്റ്റോറൻറ്റിലാണ് പോകാൻ പോകുന്നത്. ഓക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ബൈക്ക് ടാക്സി എത്രയാണെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ കൂടെ കയറി വന്നാൽ ഓക്കെ. അപ്പം ബൈക്ക് ടാക്സി എടുത്ത് നമ്മൾ പോകാൻ പോകുന്നു. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ആണത്? 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ചെറിയൊരു നൈറ്റ് റൈഡ് വിത്ത് ബൈക്കിൽ. ാണ് നിതീഷിനും എനിക്കും ചിക്കൻ ദോശയാണ്. കണ്ടില്ല, ഇത്രയും കറികളുണ്ട് അതിൻ്റെ കൂടെ. സോ ഇത് പപ്പടം വന്നിട്ടുണ്ട്. അത് വേറെ അതിൻ്റെ കൂടെ അല്ല, ശിവാശ്രീകളല്ലേ ഇത്? ശിവാശ്രീകൾ നമ്മളൊരു 60 ml പറഞ്ഞു. അതിൻ്റെ കൂടെ ടച്ചപ്പായിട്ടാണ്. സോ ഇവിടെ നമുക്ക് പൂരി വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നൈറ്റ് ഫുഡ് ഇത്രയുമാണ്. ഇവന്റെ സ്ക്രീൻ ഓഫ് ഞാൻ അടിച്ചതാ. നമുക്ക് നല്ല സാധനം നോക്കി എടുക്കാം. ക്യാമറ ഉണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓണാക്കി വെച്ചേക്കണം, അത് കുഴപ്പമൊന്നുമില്ല. ഏത് തരത്തിലുള്ള വേണമെന്നുള്ളത് കല്ല് ഒരു സ്റ്റിക്കൊക്കെ ഇട്ടാൽ മതി. ഒരു വൈഡ് ആംഗിൾ വ്യൂ കൊടുക്കാം പിള്ളേർക്ക്. അല്ലേ, ചെറിയ സാധനങ്ങൾ. പ്ലാസ്റ്റിക് ഇത് കണ്ട, ഇത് കണ്ട ഒരു ടോയ് ആൻഡ് ടോയില്ലേ, ടോയ് ടൈപ്പ് സാധനങ്ങൾ. പൊടി ഏതാത്? വൈറ്റ്. Can we get a white truffle? Yeah. Taurai cup 1 gram. 1 gram 850 baht. 850. Yeah. 1 gram 850 baht. 2 joy, you buy 2 joy, give you 1 free joy. If you buy 2 gram, I give you free 1 gram. 2 joint വാങ്ങിച്ചാൽ ഒരു free joint 3 കിട്ടും. 1 joint how much gram cup? Yes. Yeah. You make the joint for us, na? No, I just every day. Okay. Every day joint. This one all fresh. Yeah. No worry.
Don't worry. This one only pure with inside you see. Okay. Yes. You can smell now? Yeah, we should smell it. Yes. You can smell. Okay. Only for എനിക്ക് ഇതിൽ നിന്ന് മണം കിട്ടുന്നില്ല, എൻ്റെ മൂക്കടിച്ച് പോയതാണെന്ന് പറഞ്ഞോളാം. ക്യാൻ വി സ്മെൽ ഇറ്റ് ദിസ്? വേറെ നിനക്ക് വേറെ നോക്കണമെങ്കിൽ നോക്ക്. ഈ മണം ഞാൻ ഇതിലായിട്ട് മണത്തട്ടേ ഇല്ല. സ്നോ ട്രഫിളാണ്. ആണോ? അതിന് പല ഇതാണ്. ഇത് ഞാൻ മണത്തട്ടേ ഇല്ല ഇതിലായിട്ട്. flavor? This one white So, pepper. no smell for me. But this one strong. You want Okay. strong? You want strong. Strong such a nice. Give a high been making. Which one? No, up. This one? Yes. ഇതാണ് This one strong. very Strong ആണല്ലേ? സാംസെറ്റ് കാവ്. Yeah. ഇത് കുറവാണല്ലോ, പക്ഷേ റേറ്റ് വെച്ച് നോക്കുമില്ലേ? This one very strong. But this അത് 750, ഇത് 750 അല്ലേ? No. Oh. Hybrid Diva made. ഹൈബ്രിഡ് ആണല്ലേ? Yeah. സത്തൈവ ഹൈബ്രിഡ്. Made. ഓക്കെ. This one only hybrid. ഇത് ഹൈബ്രിഡ്. Yeah. You want this? This Yeah, one we- for 2 Set joy, hybrid. 750. 2 block Okay. 150. Can I smell it? Okay, you can. We'll take that. സ്മെൽ ചെയ്താൽ This one very good. Ah, the blow yes. also. ഇതിനൊരു നൈസ് മണം. No problem. You want this 2 by 2? I give you this one free can. ഇത് രണ്ടെണ്ണം എടുത്താൽ അത് ഒരെണ്ണം തരാം. ഫ്രീ ആയിട്ട്. Free എനിക്ക് ഇത് 1 by രണ്ടെണ്ണം 2. എടുത്താൽ അത് ഒരെണ്ണം But you തരാം. buy 2, 1 free. ആ, It's ഇത് okay, മൂന്നെണ്ണം no എടുക്കണം. problem.